ഹായ്, അപ്പോൾ ഇതൊരു കസ്റ്റം മെയ്ഡ് സ്പൈസ് ബോക്സാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു നല്ലൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നമുക്കിഷ്ടമുള്ള വലുപ്പത്തിലുള്ള ഒരു സ്പൈസ് ബോക്സ് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ അത്യാവശ്യം ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ്, ഒരു കാർട്ടൺ എടുക്കുക. ഇനി നമുക്കിതിൻ്റെ മിഡിൽ എത്ര പാർട്ടീഷൻ തിരിക്കണം എന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിക്കണം. അപ്പം ഞാനിതിനൊരു പാർട്ടീഷനാണ് തിരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പുറത്തോട്ട് നമ്മൾ തുറക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് നമ്മൾ ആദ്യം തന്നെ ഉള്ളിലേക്ക് മടക്കി നല്ല പശ വെച്ചിട്ട് ഒട്ടിക്കണം. ആ രണ്ട് ചെറിയ പോർഷൻ ഫ്ലാപ്പ് മാത്രം കേട്ടോ, മറ്റേ നമ്മൾ ഡോറായിട്ട് ഉപയോഗിക്കും. അപ്പോൾ നല്ല പശ ഉപയോഗിച്ചിട്ട്, ഞാനിപ്പോൾ സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ സാധാരണ പേപ്പർ നന്നായിട്ട് ഒട്ടുന്ന പശയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ രണ്ട് ചെറിയ ഫ്ലാപ്പുകൾ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഉള്ളിലേക്ക് വേണം ഒട്ടിക്കാൻ, പുറത്തേക്കല്ല, ഉള്ളിലേക്കാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത്. ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി നന്നായിട്ട് അമർത്തിയിട്ട് ഒട്ടിക്കാം. ഫെവിക്കോളോ അല്ലെങ്കിൽ അതേപോലെ നന്നായിട്ട് പേപ്പർ ഒട്ടുന്ന പശ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുക. എന്നിട്ട് അതിൽ സൂപ്പർ ഗ്ലൂ കൂടി യൂസ് ചെയ്യുക. അപ്പോൾ അത് വിട്ടുപോരില്ല. ഇങ്ങനെ നന്നായിട്ട് പശ പരത്തി തേക്കണം. ഫുള്ളായിട്ട് തേച്ചതിന് ശേഷം അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ ഗ്ലൂ കൂടി യൂസ് ചെയ്യുക. എഡ്ജസിൽ അറ്റത്തല്ലാതെ സൂപ്പർ ഗ്ലൂ കൂടി യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ ഒട്ടും വിട്ടുപോരില്ല. ഇനി ഇത് നന്നായിട്ട് അമർത്തി ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടൺ അത്യാവശ്യം തിക്നെസ്സും ആവും ഇങ്ങനെ മടക്കുമ്പോൾ. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ ഉള്ളിൽ എന്താ പറയുക 4 പോർഷൻ ഇതേപോലെ തന്നെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ട് പശ വെച്ചിട്ട് ഒട്ടിക്കുക, അടന്നു പോരാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്പൈസ് ബോക്സസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൽ നമ്മൾ വിചാരിച്ച പോലത്തെ പാർട്ടീഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ അതിൽ ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് റീയൂസ് ചെയ്യും. അപ്പോൾ പല ഷേപ്പിലും പല സൈസിലുള്ള ബോട്ടിലുകളുണ്ടാവും സ്പൈസസ് ഇട്ട് വെക്കാനായിട്ട്. നമ്മൾ എന്താ പറയുക, മാക്സിമം കുപ്പിയുടെ ജാറും അങ്ങനെയുള്ളതൊക്കെ മാക്സിമം റീയൂസ് ചെയ്യുക. കാരണം വെറുതെ നമ്മൾ എന്താ പറയുക, എൻവയോൺമെൻറ്റിനെ കുറിച്ചും കൂടി കുറച്ച് ചിന്തിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ റീയൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്പൈസ് ബോക്സസ് പലപ്പോഴും നമ്മളുടെ ഈ ബോട്ടിലുകൾ വെക്കാനായിട്ടുള്ളൊരു ഹൈറ്റോ അല്ലെങ്കിൽ അതിനുള്ളൊരു പാർട്ടീഷനോ ആയിരിക്കില്ല അതിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്പൈസ് ബോക്സ് ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും മാക്സിമം നല്ല പ്ലാസ്റ്റിക് ആണെങ്കിലും അതേപോലെ കുപ്പി അങ്ങനത്തെ സാധനങ്ങൾ ഒന്നുകിൽ റീയൂസ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക. ഇതേപോലെ സൈഡും ഒട്ടിച്ച് നടുവിലും ഞാൻ പറഞ്ഞു നന്നായിട്ട് ഒട്ടിക്കണം. ഇത്തിരി നന്നായിട്ട് തന്നെ പശ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കണം. ഇനി എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ ഒരൊറ്റ പാർട്ടീഷനാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊക്കം കൂടിയതും പൊക്കം കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ബോട്ടിലുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ അളവ് നോക്കുക, എത്ര വീതി വേണം, അതേപോലെ എത്ര പൊക്കം വേണം. നമ്മളുടെ ഈ കാർട്ടണിൻ്റെ
ഇപ്പോൾ ഫ്ലാപ്പ് നമ്മൾ അടപ്പായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഫ്ലാപ്പിനേക്കാളും കുറച്ച് താഴെ വേണം നമ്മളുടെ ഈ പാർട്ടീഷൻ നിൽക്കാൻ, എന്നാലാണല്ലോ അടയുള്ളൂ. അപ്പോൾ അത് നോക്കി എത്ര പൊക്കമാണോ എത്ര നീളമാണോ നോക്കിയിട്ട് 2 വേറെ കാർട്ടൺ കട്ട് ചെയ്യാം. അപ്പോൾ അളവെടുത്തതിന് ശേഷം ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് കട്ട് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. ഇങ്ങനത്തെ ഒരെണ്ണം കട്ട് ചെയ്താൽ പോരാ, ഒരു പാർട്ടീഷന് ചുരുങ്ങിയത് 2 കാർട്ടണെങ്കിലും 2 പീസ് കാർട്ടണെങ്കിലും കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എഡ്ജസൊക്കെ നല്ല സ്ട്രെയിറ്റ് ആക്കുക. എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ എന്താ പറയുക നിൽക്കണുണ്ടെങ്കിൽ, ചെറുതായിട്ടൊക്കെ പേപ്പർ അടന്നൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്ട്രെയിറ്റ് ആക്കുക. പിന്നെ ഇതിൻ്റെ പൊക്കം ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് താഴെ വേണം കട്ട് ചെയ്യാനായിട്ട്, എന്നാലാണ് നമുക്കിത് ഡോറായിട്ട് അടയ്ക്കാൻ പറ്റുള്ളൂ. മാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 ഫ്ലാപ്പ് വേണം, 2 പാർട്ടീഷനെങ്കിലും വേണം. 2 പീസെങ്കിലും വെച്ചാലാണ് ഒരു പാർട്ടീഷന് തിക്നെസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ വെക്കുന്ന ബോട്ടിലുകൾ നിങ്ങളിത് കുത്തിച്ചാരി വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ചാൽ ബോട്ടിലുകൾ വെയിറ്റ് താങ്ങില്ല. ഇനിയല്ല, ഞാനിപ്പോൾ ഇതിങ്ങനെ ഇതേ ലെവലിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയാലും നമ്മൾ പാർട്ടീഷൻ വെക്കുമ്പോൾ 2 പീസെങ്കിലും വെക്കുക ഒരു കനത്തിന്. അതും കട്ട് ചെയ്തു. ഇനി ഇത് രണ്ടും നമ്മളിവിടെ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഫിറ്റ് ചെയ്യുക. കണ്ടില്ലേ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോറിനേക്കാളും കുറച്ച് താഴെ ആയിരിക്കും ഇത് നിൽക്കുക. ഇനി ഇത് നന്നായിട്ട് പശ വെച്ച് ഒട്ടിക്കാം. കണ്ടില്ലേ, ഇനി ഇത് നന്നായിട്ട് പശ വെച്ച് ഒട്ടിക്കണം. നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ ഞാൻ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്, കൂടെ സാധാരണ ഗ്ലൂവും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മിഡിലും ഒട്ടിക്കണം, അതേപോലെ എല്ലാ കോർണറിലും സൈഡിലും ഒട്ടിക്കണം. അതായത് ഈ രണ്ട് പാർട്ടീഷനും കൂടി ഒരുമിച്ച് ഒട്ടിക്കണം. അതേപോലെ തന്നെ എല്ലാ കോർണറിലും നന്നായിട്ട് ഒട്ടിക്കണം. അവിടെ പശ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് രണ്ടും അതിൽ കൂടെ നല്ല ടൈറ്റായിട്ട് ആയിരിക്കുമല്ലോ നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടാവുക, ടൈറ്റായിട്ട് ഇറക്കി കൊടുക്കുക. അപ്പോൾ അത് ഫിറ്റായി ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത്, ഞാൻ ഇതിൽ ചെയ്യാൻ പോണത്, ഇതേപോലെ അഡ്ഹസീവ് പേപ്പർ കിട്ടും നമ്മൾക്ക്. നിങ്ങൾക്ക് ഈ പേപ്പർ കിട്ടില്ലെങ്കിൽ സാധാരണ ബ്രൗൺ പേപ്പറിൽ പശ വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഇത് സൂപ്പർ അഡ്ഹസീവ് പേപ്പറാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നു ഡൈനിങ് ടേബിൾ റീഫർബിഷൻ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത് കാണുന്നവർ. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ബ്രാൻഡ് നെയിമും ഡീറ്റെയിൽസൊക്കെ. അപ്പം നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ കളറാണെങ്കിൽ എന്താ പറയുക, മരത്തിൻ്റെ ആ ഡിസൈൻ. ഈ ഞാൻ ഈ വെച്ചിരിക്കുന്ന ടേബിളിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം പേപ്പറാണ് ഞാനിപ്പോൾ ഇതിനും യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വെട്ടിയിട്ട് ഈ കോർണേഴ്സ് ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, 4 കോർണറും ഒന്ന് സേഫ് ആക്കാനായിട്ട്. അതിനുശേഷം മൊത്തം ഈ സ്പൈസ് ബോക്സ് എല്ലാ സൈഡിൽ നിന്നും ഒട്ടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ ഒട്ടിച്ച് ഉള്ളിലും ഫുള്ളായിട്ട് ഒട്ടിച്ച് ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ സ്പൈസ് ബോക്സ് റെഡിയായി. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം, ഇത് ഡോറായിട്ട് യൂസ് ചെയ്യാം. ഡോറായിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, കുത്തിച്ചാരി വെക്കുകയാണെങ്കിൽ അതിനൊരു ചെറിയ നോബ് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ. അപ്പോൾ സ്പൈസ് ബോക്സ് റെഡിയായി. ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്, കസ്റ്റം മെയ്ഡുമാണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോട്ടിലുകളുടെ മുകളിൽ സ്റ്റിക്കറിൽ എന്താണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് എഴുതി ഇതേപോലെ ഒട്ടിക്കാം.
ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റം മെയ്ഡ് സ്പൈസ് ബോക്സ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.